യെസ്, അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു വരൾച്ച ഇന്ന് അവസാനിക്കുകയാണ്. അതെ, ഇന്ത്യ പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റ്, ഏഷ്യ കപ്പ് ടൂർണമെൻറ്റ് ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിൽ അബുദാബി സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 8 മണിക്ക് ആരംഭിക്കുകയാണ്. അതൊരു ഒരു ഒരു മാലപ്പടക്കത്തിനുള്ള തിരികൊളുത്തലായി മാറട്ടെ. മികച്ച ഏഷ്യയിലെ 8 ടീമുകളാണ് മാറ്റിയിരിക്കുന്നത്, 2 ഗ്രൂപ്പുകളിലായിട്ട്. ആ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയാം, നിങ്ങൾക്ക് ഇതിനോട് അറിയാവുന്ന തന്നെയായിരിക്കും, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, ഒമാൻ, പാകിസ്ഥാൻ, UAE എന്നിവരാണ്. ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഹോങ്കോങ്, ശ്രീലങ്ക എന്നിവരാണ്. ഈ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 2 ടീമുകൾ സൂപ്പർ 4ലേക്ക് കിടക്കും. പിന്നെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമുകളാണ് ഫൈനലിലെത്തുക. അങ്ങനെ ടോട്ടൽ 19 മത്സരങ്ങളാണ് ഈ ഏഷ്യ കപ്പിലുള്ളത്. ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് വളരെ നിസാരമായ ഒരു ടൂർണമെൻ്റായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ടൂർണമെൻ്റ് അല്ല, വളരെ പഴക്കം ചെന്ന ഒരു ടൂർണമെൻ്റാണ്. 1984 ഏഷ്യ കപ്പ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതായത് ക്രിക്കറ്റ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 9 വർഷത്തിന് ശേഷം 1975 വേൾഡ് കപ്പ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ വേൾഡ് കപ്പിനോളം പ്രാധാന്യമുള്ള, വേൾഡ് കപ്പിനോളം പഴക്കം ചെന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ഏഷ്യ കപ്പ്. ഏഷ്യ കപ്പിൽ മൊത്തത്തിൽ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ആധിപത്യം തന്നെയാണ് ഉള്ളത്. 8 പ്രാവശ്യം ഇന്ത്യ കിരീടം നേടിയിട്ടുണ്ട്. ഇപ്രാവശ്യം അതിശക്തമായ ടീമാണ് സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നത്. എങ്കിലും മറ്റു ടീമുകളെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണാൻ സാധിക്കില്ല. ശ്രീലങ്കയാണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഈവൻ പാകിസ്ഥാൻ ആണെങ്കിൽ പോലും, പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെറിയൊരു സെറ്റ് ബാക്കിലാണ് ഉള്ളത്. പക്ഷേ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ത്രിരാഷ്ട്ര ടൂർണമെൻറ്റ്, പാകിസ്ഥാനും UAEയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു ടൂർണമെൻറ്റ് UAE വെച്ച് തന്നെ നടന്നിരുന്നു, ഒരു പരിശീലനം പോലെയൊക്കെ. അതിൽ പാകിസ്ഥാൻ കപ്പടിച്ചുകൊണ്ടാണ് ഏഷ്യ കപ്പിന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് അവരെ തള്ളിക്കളയാൻ സാധിക്കില്ല. പാകിസ്ഥാൻ ടീം അങ്ങനെ തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും ഉയർത്തെഴുന്നേക്കാം. ബാബർ അസം ഇല്ല, മുഹമ്മദ് റിസ്വാൻ ഇല്ല, ഓക്കെ, പക്ഷേ ഏത് നിമിഷം വേണമെങ്കിൽ അവർ കുതിച്ച് കയറാൻ പറ്റുന്നൊരു ടീമാണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പണ്ടൊക്കെ നമ്മൾ ഒന്നുമല്ല എന്ന് കരുതിയ ടീമാണ്. പക്ഷേ ഇന്ന് ഏത് ടീമിനെയും തറപ്പറ്റിക്കാനുള്ള കരുത്ത് അവർക്ക് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒക്കെ ഉണ്ട്. കിടിലൻ പ്ലെയേഴ്സാണ് അവരുടെ കയ്യിലുള്ളത്. അവരുടെ എല്ലാ കാര്യങ്ങളും ശരിയായി വരികയാണെങ്കിൽ ആ ദിവസം അവർ ഏത് ടീമിനെയും തച്ച് തകർത്ത് കളയും. പിന്നീട് ശക്തമായ ടീം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സിംബാബ്വെയെ 2-1 തോപ്പിച്ചിട്ടാണ് അവർ ഏഷ്യ കപ്പിലേക്ക് എത്തുന്നത്. ഏകദിനത്തിൽ അവർ അതിശക്തമായൊരു ടീമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളെടുത്ത് തുടരുകയാണ്. T20 ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ, എങ്കിലും ഒരു ഭീഷണി തന്നെയാണ്. പിന്നെയുള്ളത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിനെയും നമുക്ക് ഈ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം പറഞ്ഞ പോലെ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു ടീമല്ല. എപ്പോൾ വേണമെങ്കിലും ഏത് ടീമിനെയും അടിച്ചിടാനുള്ള കരുത്ത് അവർക്കുണ്ട്. പക്ഷേ അവരുടെ ചില കോപ്രായങ്ങൾ കാരണം വലിയ ആരാധകരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ആതിഥേയരായ UAE ഉണ്ട്, ഹോങ്കോങ് ഉണ്ട്, ഒമാനുണ്ട്. അവർക്ക് ഇതൊക്കെ ഒരു വലിയൊരു സ്റ്റേജാണ്, വലിയ ടീമുകളായിട്ട് മാറ്റിവെക്കാൻ പറ്റുന്നത്. ഇതിൽ അവർ കഴിവ് തെളിയിക്കട്ടെ. അങ്ങനെ ഒരു മികച്ച T20 തീപ്പൊരി കളികൾ നമുക്ക് ഈ ഏഷ്യ കപ്പിൽ കാണാൻ സാധിക്കട്ടെ. ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം നാളെ UAEക്കെതിരാണ്. പിന്നെ സെപ്റ്റംബർ 14 എല്ലാവരും ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. എല്ലാ മത്സരങ്ങളും ഇന്ത്യൻ ടൈം 8 മണിക്കാണ് ആരംഭിക്കുന്നത്. ഇനി TV കാണുന്നവർക്കാണെങ്കിൽ സോണി സ്പോർട്സിലാണുള്ളത്. സോണി സ്പോർട്സ് 1, 2, 4, 5 ചാനലുകളിൽ കളി നല്ല വൃത്തിയായിട്ട് കാണാവുന്നതാണ്. പിന്നെ OTT പ്ലാറ്റ്ഫോമിലാണെങ്കിൽ സോണി ലിവിലാണ് മാച്ച് ലൈവായിട്ടുണ്ടാവുക. സോ ഇനി അങ്ങോട്ടേക്കുള്ള ക്രിക്കറ്റ് പൂരത്തിന് തിരികൊളുത്തിയിരിക്കുന്നു.